सभी दोस्तों को VRDG हिंदी क्लासेस की एक नई कक्षा में स्वागत है. എല്ലാ കൂട്ടുകാർക്കും VRDG ഹിന്ദി ക്ലാസ്സസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങൾ തമ്പനെയിൽ ശ്രദ്ധിച്ചു കാണും. അതെ, ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഒരു പാഠമാണ് പഠിക്കാൻ പോകുന്നത്. പാഠത്തിൻ്റെ പേര് ഗുദ് സേ പ്യാർ. പാഠത്തിലോട്ട് കടക്കുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്കൊരു ചിത്രം കാണിക്കാം. ആ ചിത്രം നിങ്ങൾ സൂക്ഷിച്ച് നിരീക്ഷിക്കുക. ആ ചിത്രത്തിൽ എന്തെല്ലാമെന്ന് നിങ്ങൾ പറയാൻ ശ്രമിക്കുക. ശ്രദ്ധിക്കുക കൂട്ടുകാരെ. ചിത്രത്തിൽ ഒരു വൃക്ഷമാണ് നിങ്ങൾ കാണുന്നത്. വൃക്ഷത്തിന് ഹിന്ദിയിൽ എന്ത് പറയും? അതെ, പേട് എന്ന് പറയും അല്ലേ. ആ വൃക്ഷത്തിൽ എന്തൊക്കെയാണുള്ളത്? ആ വൃക്ഷത്തിൻ്റെ ചുറ്റുപാടും എന്താണ്? നിങ്ങളൊന്ന് നിരീക്ഷിച്ച് നോക്കൂ. അത് ഏത് വൃക്ഷമാണ്? മാങ്ങ ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് ആം കാ പേട്. മാവിന് ഹിന്ദിയിൽ ആം കാ പേട് എന്ന് പറയും. അപ്പോൾ നമുക്ക് പറയാം യഹ് ആം കാ പേട് ഹേ, യഹ് ആം കാ പേട് ഹേ. ഇനി നോക്കൂ, ആ വൃക്ഷത്തിൽ എന്തൊക്കെയാണെന്ന്. എക് ബന്ദർ എന്താണ്? ബന്ദർ കുരങ്ങനുണ്ട്. പിന്നെ നോക്കൂ, ശ്രദ്ധിക്കൂ. എക് ലഡിക്കി ഹേ ഇസ്കെ നീച്ചെ, അതിൻ്റെ താഴെയായിട്ട് ഒരു പെൺകുട്ടിയുണ്ട്. എക് ലഡിക്കി ഹേ. പിന്നെ ശ്രദ്ധിച്ചു നോക്കൂ, വൃക്ഷ കെ അന്തർ, पेड़ के अंदर एक लड़का है, पेड़ के अंदर एक लड़का है. ഈ ചിത്രം നമുക്ക് എന്ത് മെസ്സേജ് ആയിരിക്കും തരുന്നത്? ഒരു വൃക്ഷത്തിൻ്റെ അകത്ത് ഒരു ആൺകുട്ടി. അതെ, വൃക്ഷം എന്നാൽ എന്താണെന്ന് നമുക്കറിയാം. ഒരു പരോപകാരത്തിൻ്റെ ഒരു പ്രതീകമാണ് വൃക്ഷം അല്ലേ. വൃക്ഷം മറ്റുള്ളവരെ എല്ലാവരെയും സ്നേഹിക്കുന്നു. എന്താണ്? വൃക്ഷം നമുക്ക് വേണ്ടിയാണ് പൂക്കുന്നത്, കായ്ക്കുന്നത്, എല്ലാം ചെയ്യുന്നത് അല്ലേ. അതിനു വേണ്ടി അതൊന്നും തന്നെ മാറ്റി വെക്കുന്നില്ല, മറ്റുള്ളവർക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വൃക്ഷ് ഏക് പരോപകാർ കാ പ്രതീക് ഹേ, വൃക്ഷ് പരോപകാർ കാ പ്രതീക് ഹേ. അപ്പോൾ ആ ആൺകുട്ടി വൃക്ഷത്തിനുള്ളിലാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, വൃക്ഷം എന്താണ്? മറ്റുള്ളവരെ സ്നേഹിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം, സർവസ്വം തൻ്റെ എല്ലാം മറ്റുള്ളവർക്ക് നൽകുന്നു. അതുകൊണ്ട് നമുക്ക് പറയാം വൃക്ഷ പരോപകാർ കാ പ്രതീക് ഹേ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? വൃക്ഷത്തിൻ്റെ എന്തൊക്കെ ഗുണമാണ്? അതെ, പ്യാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹം. പരോപകാരം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനുള്ള മനസ്സ്, അതായത് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക, അതിനെയാണ് പരോപകാരം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി, 1ാമത്തെ യൂണിറ്റിൽ നമ്മൾ സ്നേഹത്തിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? സ്നേഹത്തിനെ പറ്റി. അപ്പോൾ ഇനി നമുക്ക് കവിതയിലോട്ട് കിടക്കാം. കവിതയുടെ പേര് ഗുദ് സേ പ്യാർ. ഗുദ് സേ പ്യാർ, ഗുദ് സേ പ്യാർ. ഗുദ് എന്ന് പറഞ്ഞാൽ സ്വയം, സ്വന്തം. ഗുദ് സേ പ്യാർ, ആദ്യം നമ്മളെ സ്നേഹിക്കുക. സ്വന്തം സ്നേഹം എന്നാണ് അർത്ഥം. പ്യാർ, സ്നേഹം. കവിയുടെ പേര് ശോഭാനാഥ് യാദവ്. അപ്പോൾ കവിയുടെ പേര് എന്താണ്? ശോഭാനാഥ് യാദവ്. കവിത കാ നാം ഹെ ഗുദ് സേ പ്യാർ. കവി കാ നാം ഹെ ശോഭാനാഥ് യാദവ്. ശോഭാനാഥ് യാദവ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. നമ്മുടെ കവിതയിൽ പഠിക്കാൻ പോകുന്നത് സ്നേഹത്തിനെ പറ്റിയാണ്. സ്വന്തം സ്നേഹം. ഗുദ് എന്ന് പറഞ്ഞാൽ സ്വയം, സ്വന്തം എന്നൊക്കെയാണ് അർത്ഥം. ഗുദ് സേ പ്യാർ. അപ്പോൾ നമുക്ക് കവിത നോക്കാം. സൂരജ് അപ്നി ആഗ് സേ ഇത്തനാ പ്യാർ കരേ കി വഹ് ദേ സകേ ആഗ് ദുനിയാ കോ ഭി. നോക്കൂ, സൂരജ് അപ്നി ആഗ് സേ. സൂരജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യൻ. അപ്പിനി സ്വന്തം. അപ്പിനി ആഗ് സേ. ആഗ് എന്താണ്? ആഗ് തീ എന്നാണ് ഇവിടെ അർത്ഥം. ഇവിടെ എന്താണ് തീ? അതിൻ്റെ പ്രകാശം എന്ന് നമുക്ക് മീനിങ് എടുക്കാം. ആഗ് എന്ന് പറഞ്ഞ തീയാണ്. ഇവിടെ എന്താണ്? പ്രകാശം, വെയിൽ. മനസ്സിലായി? സൂരജ് അപ്പിനി ആഗ് സേ ഇത്തനാ പ്യാർ കരേക്ക്. അപ്പോൾ സൂര്യൻ തൻ്റെ ആഗ്, ആ ചൂട്, ആ വെയിൽ, അതിന് എത്രത്തോളം സ്നേഹിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കണം, എന്നിട്ട് വേണം നമ്മൾ മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളത്. അതാണ് ഇവിടെ പറഞ്ഞത്. സൂരജ് അപ്നി ആഗ് സേ ഇത്തനാ പ്യാർ കരേക്ക്. സൂര്യൻ തൻ്റെ വെളിച്ചത്തെ അല്ലെങ്കിൽ പ്രകാശത്തെ അല്ലെങ്കിൽ തീയെ, അതിനുള്ള അതിൻ്റെ ആ കഴിവിനെ അത് അത്രത്തോളം സ്നേഹിക്കുന്നു.
വഹ് ദേ സഗേ ആഗ് ദുനിയാ കോ ഭി, ആ ആഗിനെ, ആ തീയെ, ഇല്ലെങ്കിൽ ആ പ്രകാശത്തിനെ, ഇല്ലെങ്കിൽ ആ വെയിലിനെ അത് മറ്റുള്ളവർക്ക് നൽകുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കുക. നമ്മളെ സ്നേഹിച്ചിട്ട് എന്താണ് അത് മറ്റുള്ളവർക്കും, ഇല്ലെങ്കിൽ നമ്മളിലുള്ള നമുക്ക് ഉള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ അവിടെ എന്താണ് കാണുന്നത്? അപ്പോൾ നമ്മൾ അവിടെ എന്താണ് കാണുന്നത്? പരോപകാരം, സ്നേഹം, അതൊക്കെയാണ് കാണുന്നത് അല്ലേ? അപ്പം നമ്മളും എന്ത് ചെയ്യണം? സൂര്യനെ പോലെ അല്ലേ, സൂര്യനെ പോലെ സ്വയം സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവരെയും നമ്മൾ സ്നേഹിക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർക്കും ഉപകാരം ചെയ്യാൻ നമ്മൾ പഠിക്കണം എന്നാണ് കവി ഈ കവിതയിൽ കൂടെ പറയുന്നത്. ശോഭാനാഥ് യാദവ് कहते हैं सूरज अपनी आग से इतना प्यार करे कि വഹ് ദേ സഗേ ആഗ് ദുനിയാ കോ ഭി. അപ്പോൾ സൂര്യൻ എന്ത് ചെയ്യുന്നു? സൂര്യൻ തൻ്റെ സ്വന്തം തീയെ, അല്ലെങ്കിൽ സ്വന്തം പ്രകാശത്തെ, സ്വന്തം വെയിലിനെ എത്രത്തോളം സ്നേഹിക്കുന്നുവോ ആ വെയിൽ, അല്ലെങ്കിൽ ആ തീ സൂര്യൻ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവർക്ക് നൽകുന്നു. അപ്പോൾ അവിടെ നമുക്ക് സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് നമുക്ക് സൂര്യനെ കാണാം. അതുപോലെ തന്നെ പരോപകാരത്തിൻ്റെ പ്രതീകമായി കാണാം. ഈ പ്രപഞ്ചത്തെ നോക്കൂ, പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുക്കളും മറ്റുള്ളവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു, അതേപോലെ നമ്മളും എന്ത് ചെയ്യുക? പരോപകാരികളായിട്ട് മാറുക, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായിട്ട് മാറുക. ദരഖ്ത് अपने फूलों से इतना प्यार करे कि वह दे सगे फूल दुनिया को भी. दरख्त माने क्या है? पेड़, वृक्ष എന്നാണ് അർത്ഥം. ദരഖ്ത് വൃക്ഷം. ദരഖ്ത് അപ്നെ ഫൂലോം സേ, തൻ്റെ പൂവുകളെ, ഫൂലോം പൂക്കൾ എന്നാണ് അർത്ഥം. ഇത്തന പ്യാർ കരേക്ക്, ഇത്രത്തോളം സ്നേഹിക്കുന്നു. വഹ് ദേ സഗേ ഫൂൽ ദുനിയാ കോ ഭി, അതെന്ത് ചെയ്യുന്നു? അതിൻ്റെ പൂവ് എന്ത് ചെയ്യുന്നു? മറ്റുള്ളവർക്ക്, അതായത് ഈ ലോകത്തിന് നൽകുന്നു. ദുനിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകം. ദരഖ്ത് അപ്നെ ഫൂലോം സേ ഇത്തന പ്യാർ കരേക്ക്, അപ്പോൾ ഈ വൃക്ഷം എന്ത് ചെയ്യുന്നു? അതിൻ്റെ പൂവിനെ എത്രത്തോളം സ്നേഹിക്കുന്നു, ആ പൂവ് എന്ത് ചെയ്യുന്നു? മറ്റുള്ളവർക്ക്, ഈ ലോകത്തിൽ ഉള്ള, ഈ ലോകത്തിന് നൽകുന്നു. മനസ്സിലായോ? ദരഖ്ത് അപ്നെ ഫൂലോം സേ ഇത്തന പ്യാർ കരേക്ക് വഹ് ദേ സഗേ ഫൂൽ ദുനിയാ കോ ഭി. അടുത്ത വരികൾ നോക്കൂ. ബാദൽ അപ്പനെ ജൽ സേ ഇത്തനാ പ്യാർ കരേക്ക്. ബാദൽ എന്താണ്? മേഘം. ബാദൽ അപ്പനെ ജൽ, തൻ്റെ സ്വന്തം ജലം. അതറിയാമല്ലോ നിങ്ങൾക്ക്, മേഘത്തിൻ്റെ അകത്ത് എന്തുണ്ട്? ജലമുണ്ട്. ആ ബാദൽ അപ്പനെ ജൽ സേ, അപ്പം ഈ മേഘം തൻ്റെ ജലത്തെ ഇത്തനാ പ്യാർ കരേക്ക്, എത്രത്തോളം സ്നേഹിക്കുന്നു. വഹ് ദേ സഗേ ജൽ ദുനിയാ കോ ഭി. അപ്പം ആ മേഘവും എന്ത് ചെയ്യുന്നു? അതും പരോപകാരം ചെയ്യുകയാണ്. തന്നെ സ്വയം സ്നേഹിച്ചുകൊണ്ട് അത് മറ്റുള്ളവരെയും സ്നേഹിക്കുകയാണ്. ആ വെള്ളം എന്ത് ചെയ്യുന്നു? അത് ഈ ലോകത്തിന് നൽകുന്നു. വഹ് ദേ സഗേ ജൽ, അവ എന്ത് ചെയ്യുന്നു? ആ മേഘം എന്ത് ചെയ്യുന്നു? അതിൻ്റെ ജലം ലോകത്തിന് നൽകുന്നു, ഈ ലോകത്തിന് നൽകുന്നു. മെയിം ഗുദ്സേ, മെയിം ഞാൻ, മെയിം ഗുദ്സേ സ്വയം, സ്വന്തം എന്ന്. ഗുദ്സേ ഇത്തനാ പ്യാർ കരൂങ്കി, അങ്ങനെയാണെങ്കിൽ ഞാനും എന്ത് ചെയ്യും? ഞാനും എന്നെ ഇത്രയും അധികം, വളരെയധികം ഞാൻ എന്നെ സ്നേഹിക്കും. കി ദേ സഗും പ്യാർ ദുനിയാ കോ ഭി, അപ്പം ഞാൻ എന്നെ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് നൽകും എന്നാണ് പറയുന്നത്. ആദ്യം നമ്മളെ സ്നേഹിക്കുക, എന്നിട്ട് നമ്മൾ ആ സ്നേഹം എന്ത് ചെയ്യുക? മറ്റുള്ളവർക്ക് നൽകുക, മറ്റുള്ളവരെ സഹായിക്കുക. അപ്പോൾ ഈ കവിതയിൽ കൂടെ നമ്മുടെ ശോഭാനാഥ് യാദവ് പറയുന്നത് എന്താണ്? ഗുദ് സേ പ്യാർ കർക്കെ ഹം ദൂസരോं को भी प्यार बांटना चाहिए या പരോപകാർ കർണാ ചാഹിയേ. അപ്പം നമ്മളെ സ്വയം സ്നേഹിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? മറ്റുള്ളവരെ സ്നേഹിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് ഈ കവിതയുടെ എന്താണ് ആശയം മനസ്സിലായി കാണും അല്ലേ? ഗുദ്സേ പ്യാർ കർക്കെ ദൂസരോं को भी हम प्यार करना चाहिए, परोपकार भी करना चाहिए, दूसरों के लिए हम कुछ काम करना चाहिए. ये इस कविता का मुख्य आशय. ഇതാണ് ഈ കവിതയുടെ മുഖ്യമായ ആശയം. അപ്പോൾ നമ്മൾ സ്വയം സ്നേഹിക്കുക, എന്നിട്ട് നമ്മുടെ സ്നേഹം മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുക? വീതിക്കുക. അപ്പോൾ കൂട്ടുകാർ ഈ വീഡിയോ സസൂക്ഷ്മം നിരീക്ഷിക്കുക, വീണ്ടും കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കവിതയുടെ ആശയം നല്ലതുപോലെ മനസ്സിലാവുന്നതാണ്. വളരെ സിമ്പിൾ കവിതയാണ്. ഗുദ്സേ പ്യാർ ശോഭാനാഥ് യാദവ്. ഒന്നുകൂടി ഞാൻ വായിക്കാം.
സൂരജ് അപ്നി ആഗ് സേ ഇത്തനാ പ്യാർ കരേക്ക്, സൂര്യൻ തൻ്റെ അഗ്നിയെ അല്ലെങ്കിൽ എന്താണ് തൻ്റെ വെളിച്ചത്തെ എത്രത്തോളം സ്നേഹിക്കുന്നു, വഹ് ദേ സകേ ആഗ് ദുനിയാ കോപി, ആ ആഗ് ആ തീയെ അതെന്ത് ചെയ്യുന്നു, ലോകത്തിന് നൽകുന്നു. ദരക്ത് അപ്പനെ ഫൂലോം സേ, അതേപോലെ വൃക്ഷം തൻ്റെ പൂവിനെ ഇത്തനാ പ്യാർ കരേക്ക് ഇത്രത്തോളം സ്നേഹിക്കുന്നു എന്നാൽ വഹ് ദേ സകേ ഫൂൽ ദുനിയാ കോപി, അതെന്ത് ചെയ്യുന്നു, ഈ പൂവ് ഈ ലോകത്തിനും നൽകുന്നു. ബാദൽ അപ്പനെ ജൽ സേ ഇത്തനാ പ്യാർ കരേക്ക്, അപ്പോൾ ഈ ബാദൽ എന്താണ് ചെയ്യുന്നത്, ബാദൽ അപ്പനെ ജൽ സേ ഇത്തനാ പ്യാർ കരേക്ക്, അപ്പോൾ ബാദൽ മേഘം തൻ്റെ ജലത്തെ എത്രത്തോളം സ്നേഹിക്കുന്നു, വഹ് ദേ സകേ ജൽ ദുനിയാ കോപി, അതെന്ത് ചെയ്യുന്നു, അവൻ എന്ത് ചെയ്യുന്നു, ആ ബാദൽ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവർക്ക് ജലം നൽകുന്നു. മെയും ഗുദ്സേ ഇത്തനാ പ്യാർ കരും കി, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നെ തന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു, ദേ സഗൂം പ്യാർ, ആ അത്രത്തോളമുള്ള സ്നേഹം, ദേ സഗൂം പ്യാർ, ദേ സഗൂം എന്നത് നൽകും, പ്യാർ ദുനിയാ കോഭി, ലോകത്തിനും മറ്റുള്ളവർക്കും ഞാൻ എന്ത് ചെയ്യും, എൻ്റെ സ്നേഹം നൽകും. അപ്പോൾ ഇതാണ് കവിത. കവിത വളരെ സിമ്പിളായിരുന്നു, കൂട്ടുകാർക്ക് ആശയം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇനിയും നമ്മളുടെ ചാനലിൽ വീഡിയോകൾ, ഓരോ ക്ലാസ്സിൻ്റെയും വീഡിയോകൾ വന്നുകൊണ്ടേയിരിക്കും. കൂട്ടുകാർ അതെല്ലാം നിരീക്ഷിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂട്ടുകാരെ ബൈ. ഇനി നമ്മൾ വേറൊരു ക്ലാസ്സിൽ അടുത്ത ദിവസം കണ്ടുമുട്ടും. ഏവർക്കും നന്ദി.